നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വീട്ടിലെ വേലക്കാരുടെ സ്ഥാനം പോലും നിനക്ക് തരില്ല. അമ്മ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളത്. എല്ലാം മതിയാക്കി നീ തന്നെയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ കഴിഞ്ഞു കൂടാനുള്ള എന്തെങ്കിലും ഞങ്ങൾ തരും. അതല്ല ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ വിവരം അറിയും. എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ രാഹുലേട്ടന് സാധിക്കുന്നുണ്ടല്ലോ. ഇല്ലടി, നിന്നോട് അവന് പ്രേമോ? എന്താ അത് കേട്ടാ മതിയോ? സത്യത്തിൽ നീ എന്താണെന്ന് നിനക്കറിയില്ലേ? അതോ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുവാണോ? എന്റെ മകന്റെ ഭാര്യ ആവാനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത്? എന്റെ ജീവനേക്കാൾ ഞാൻ രാഹുലേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അതാ എന്റെ യോഗ്യത. ആർക്ക് വേണം നിന്റെ സ്നേഹം? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശപിക്കപ്പെട്ട ദിവസത്തിലാ ഞാൻ നിന്നെ കണ്ടത്. നിന്നെ ഇത്രത്തോളം വെറുക്കുന്ന ഒരു പുരുഷന്റെ പിന്നാലെ നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഇറങ്ങി പൊയ്ക്കൂടെ? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്തിനാ രാജി കരയുന്നത്? ആർക്കറിയാം, കണ്ണീരാണല്ലോ ഇവറ്റകളുടെ ആയുധം. എന്തിനാ കരയുന്നത്? എനിക്ക് മഹിയേട്ടന് വേറെ പണിയൊന്നുമില്ലേ? ഇവള് വെറുതെ അഭിനയിക്കുന്നത്. രാഹുലെ, നീ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ ഇത്? ഞാൻ ഇവളെ സ്നേഹിച്ചിട്ടില്ല. ഇവള് മനഃപൂർവ്വം എന്നെ ട്രാപ്പിലാക്കിയതാ. അത് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ഇവളിൽ നിന്നും അകന്നു. ദൈവം പോലും പൊറുക്കാത്ത കള്ളം പറയരുത് രാഹുലേട്ടാ. ആരാടി കള്ളം പറയുന്നത്? എന്റെ മോനോ? നീയാ കള്ളി, പേരും കള്ളി. എന്തൊക്കെ പറഞ്ഞാലും രാജി ഇപ്പോ രാഹുലിന്റെ ഭാര്യ, ഈ കൈലാസത്തിലെ ഒരു അംഗം. ഇനിയിപ്പോ പരസ്പരം പോരടിക്കാതെ സന്തോഷത്തോടെ ജീവിക്കല്ലേ വേണ്ടത്? എന്റെ ഭാര്യയായിട്ട് ഇവളെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല മഹിയേട്ടാ. അതെ, ഉടനെ ഒന്ന് ഈ വിവാഹത്തോട് പൊരുത്തപ്പെടാൻ എനിക്ക് സാധിക്കില്ല. അതിനുവേണ്ടി ആരും ശ്രമിക്കുകയും വേണ്ട. നീ വാ മോനെ. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ മനസ്സിൽ ദേഷ്യം മാറാൻ സമയമെടുക്കും. അതൊരു ക്ഷമിക്ക്. എന്റെ കാര്യമല്ല സാർ എന്നെ വേദനിപ്പിക്കുന്നത്, ഗംഗേച്ചിയുടെ കാര്യം. ഞാൻ കാരണം സാറും ഗംഗേച്ചിയും തമ്മിൽ അകലാൻ പാടില്ല. ഗംഗേച്ചി ഒരു പാവ. ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാറ് ഗംഗേച്ചിയെ വെറുക്കരുത്. തൽക്കാലം ഭാരിച്ച കാര്യങ്ങളൊന്നും രാജി നോക്കണ്ട. എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മേലിൽ ഗംഗയുടെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ കാരണം പാവം ഗംഗേച്ചിക്ക് വേദനിക്കേണ്ടി വന്നല്ലോ ഭഗവാന്. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഈ പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നീ രാഹുലേട്ടന് കൊണ്ടേ കൊടുക്ക. എല്ലാം ശരിയാവും. എന്റെ പ്രാർത്ഥനയുണ്ട്. ഭഗവാൻ എന്നെ കാത്തോളൂ. ചെല്ലേ. രാഹുലേട്ടാ, നിനക്ക് എന്താണ് വേണ്ടത്? രാഹുലേട്ടന് എന്നോട് ദേഷ്യാണോ? അല്ല, എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് വന്ന നിന്നെ ഞാൻ സ്നേഹിക്കുന്നു കരുതിയോ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മൾ എത്രമാത്രം സ്നേഹിച്ചതാ. ഒരുമിച്ചൊരു ജീവിതം ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? ആരാഗ്രഹിച്ചു? ഞാൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? രാഹുലേട്ടനല്ലേ എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്? പലതവണ ഒഴിഞ്ഞു മാറിയതല്ലേ ഞാൻ? അപ്പോ ഞാനില്ലെങ്കി മരിക്കുമെന്ന് പോലും പറഞ്ഞല്ലേ? എന്നിട്ടിപ്പോ നിനക്കെന്താടി വട്ടാണോ? നീ എന്താ കരുതിയത്?
ഞാൻ നിന്റെ പുറകെ നടന്ന് കല്യാണം കഴിച്ച് കെട്ടിലമാക്കാനാണെന്ന് വിചാരിച്ചോ? അതിനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? രാഹുലേട്ട, ഈ കൈലാസം വീടിന്റെ അവകാശിയാണ് ഞാൻ. ഇവിടത്തെ അടുക്കളക്കാരിയാകാനുള്ള യോഗ്യതയില്ലാത്ത നിനക്ക് എന്റെ ഭാര്യയായിട്ട് സൂഹിക്കണോ അല്ലേ? അതൊരിക്കലും നടക്കില്ല. അതിനു വേണ്ടിയാണ് നീ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ രാഹുലേട്ട. ഇതൊന്നും സഹിക്കാനുള്ള മനഃശക്തി എനിക്കില്ല. നീ ഇനി പലതും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ ജീവിതം തകർത്ത് എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കിടത്തിയ നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ വീട്ടിലോ എന്റെ മനസ്സിലോ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല. നിർത്തടി. നിന്റെ പൂങ്കണ്ണീര് എന്റെ മുന്നിൽ ഇറക്കരുത്. കല്യാണത്തിന് മുമ്പ് 2 പഞ്ചാര വാക്ക് പറഞ്ഞപ്പോ എനിക്കൊപ്പം കിടക്ക പങ്കിട്ടവളാ നീ. ആ നീ ആരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം? നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയമൊന്നും അല്ലല്ലോ ഞാൻ. അയ്യോ, ഇങ്ങനൊന്നും പറയരുത്. എന്റെ ജീവിതത്തിലും മനസ്സിലും രാഹുലേട്ട മാത്രമേ ഉള്ളൂ. നിർത്തടി. നീ എന്താണ് കഴിച്ചത്? പോലീസിനെ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച പിറ്റേ ദിവസം മുതൽ ഇവിടെ കയറി സൂഹിക്കാന്നോ? നടക്കില്ല. നീ എത്ര കരഞ്ഞു കാണിച്ചാലും ഒരു പ്രയോജനവുമില്ല. എനിക്ക് നിന്നെ വെറുപ്പാ, അറപ്പാണ്. മേലാല് എന്റെ കൺമുന്നിൽ വന്നു പോരുത്. പ്ലീസ് രാഹുലേട്ട, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. രാഹുലേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് എനിക്ക് ഏട്ടനെ ഇഷ്ടം. ആർക്ക് വേണോടി നിന്റെ ഇഷ്ടം? നിന്നിൽ നിന്ന് എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നീ എനിക്ക് വെറും വേസ്റ്റാ. വെറും വേസ്റ്റ്. വേസ്റ്റിന്റെ സ്ഥാനം കുപ്പത്തൊട്ടിയില്ല, അല്ലാത്ത ബെഡ്റൂമിലല്ല. ഇവിടെ നിന്ന് മോങ്ങാതെ ഇറങ്ങി പോടി. രാഹുലേട്ട, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇറങ്ങി പോകാനല്ല നിന്നോട് പറഞ്ഞത്. നിന്നെ കാണുമ്പോ എനിക്ക് കൊല്ലാനാ തോന്നുന്നത്. ഇറങ്ങി പോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.